ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വളരെ നല്ല മനോഹരമായ രീതിയിൽ വർണ്ണിച്ചിരിക്കുന്ന ഒരു മഹാനുഭാവയുടെ വാക്കുകൾ നമുക്ക് കേട്ടിട്ട് വരാം. അവനെ പോലെ ഒരു ലോകത്തില്ല. അവനെ ഇങ്ങനെ സേവിച്ചുകൊണ്ട് കിടക്കുന്നവരാ, തള്ളയും കൂടെ അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കുന്നവരാ, സ്വന്തം തള്ളയെ കൂട്ടി കൊടുക്കുന്നവനാ മോദിയെ ഉണ്ടാക്കിക്കൊണ്ട് കിടക്കുന്നത്. അവനെ പോലെ ഒരു ലോകം കണ്ട ഏറ്റവും കണ്ട ഫ്രോഡാണ് മോദി. ചുമന്നോട്ട് കിടക്കുന്നു. എനിക്ക് അങ്ങനെയൊക്കെ തോന്നൂടെ? അവരെ തന്തയ്ക്കൊണ്ട് അങ്ങനെയൊക്കെ തോന്നൂടെ? അല്ല, അത് കൊള്ളണവിടെ, അത് കൊള്ളണ്ടേ? ഞങ്ങളൊക്കെ ഒരു തന്തയ്ക്ക് ഉള്ളവരാണ്. തന്ത ഇല്ല എന്ന് പറഞ്ഞാൽ വീട്ടിൽ കാണത്തില്ലായിരിക്കും, ചിലപ്പോൾ പിണങ്ങിയൊക്കെ പോയായിരിക്കും. പക്ഷെ പല തന്തയ്ക്കുണ്ടാക്കിയ ആറാം കുട്ടികളാണ് അവനെ ഊക്കിക്കൊണ്ട് കിടക്കുന്നത്. തള്ളയാലും കുഴപ്പമില്ല, മോദിയാണ് എന്റെ തന്തയെന്ന് പറയുന്നവർക്ക് അങ്ങനെയൊക്കെ തോന്നൂടെ? അതെങ്ങനെയുണ്ട്? അത് കൊള്ളായിരുന്ന. ശബരിമലയിലെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് സുപ്രീം കോടതി കൊള്ളത്തില്ല. അവനവന്റെ മോദിയുടെ പറഞ്ഞപ്പോഴത്തേക്ക് കൊള്ളാം, സുപ്രീം കോടതി കൊള്ളാം. നല്ല ഒന്നാം തരം അവൻ. എന്റെ കാര്യം പറയല്ലേ? അത് പറഞ്ഞ തത്തയ്ക്ക് വിളിക്കല്ലേ, ഞങ്ങൾ തിരിച്ചും പറയും. എന്റെ അടുത്ത് പറഞ്ഞ ആളുകളെ വെടിവെച്ചും കുത്തി കൊല്ലുന്ന പട്ടി അടുത്ത് ഈ ഏരിയയിൽ അങ്ങ് വന്നു വരുന്നു പറ. അവന്റെ ബാലാട്ടി പട്ടികൾ വന്നാൽ അവരെ ഇതേ അവസ്ഥ തന്നെയാണ്. തന്തയ്ക്ക് പറയും. നിങ്ങൾ അമ്മയെ കുത്തി കൊടുത്ത പലതന്തയ്ക്കുണ്ടായ ഇങ്ങനെയൊക്കെ തോന്നൂടെ? ഈ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാൻ ഞാൻ തയ്യാറില്ല. ഈ കൊല്ലാനാണെങ്കിൽ ബോംബ് വയ്ക്കാൻ തയ്യാറ്. ഈ മഹാനുഭാവയുടെ പേര് ഷഫീന ബീവി എന്നാണ്. സമൂഹ മാധ്യമത്തിൽ വന്ന ഇത്തരത്തിൽ വളരെ കേട്ടാൽ അറയ്ക്കുന്ന രീതിയിൽ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കണമെങ്കിൽ അത് നമ്മുടെ നിയമത്തിന്റെ വലിയൊരു പോരായ്മ തന്നെയല്ലേ? നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ലേ? ഈ പോരായ്മയുടെ മറ്റൊരു തെളിവാണ് ജാൻമണി. പരസ്യമായിട്ട് മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ നരേന്ദ്രമോദിയുടെ പിതൃത്വത്തെ ചോദ്യം ചെയ്തു. മാത്രവുമല്ല, അവൻ ഇവൻ കിഴവൻ എന്നൊക്കെ വിളിച്ച് അസഭ്യ വാക്കുകൾ മുഴക്കി. ഇനി ഇതും പോരാനിട്ട് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ 1 മണിക്കൂർ പോലും തികച്ചെടുത്തോന്ന് എനിക്കറിയില്ല, അതിന് മുന്നേ തന്നെ മാപ്പപേക്ഷയുമായി വന്നിട്ടുണ്ട്. പറഞ്ഞത് ഇങ്ങനെയാണ്: എന്റെ മലയാളം അത്ര ഫ്ലുവന്റ് അല്ല, ഞാൻ എന്താ പറയുന്നത് എല്ലാവർക്കും അറിയില്ല, പക്ഷെ അതുകൊണ്ട് സോറി എന്നാണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ജാൻമണി എന്നൊരു വ്യക്തി ഇവിടെ കേരളത്തിലുള്ള സ്ത്രീ അല്ല, അതായത് ഒരു വ്യക്തിയല്ല. ജാൻമണി അസംകാരിയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യം എന്താണ് നമ്മൾ തിരക്കേണ്ടിയിരിക്കുന്നു. അതെന്തോ ആവട്ടെ, അത് നമ്മുടെ മാറ്റർ അല്ല. പക്ഷേ ഇവിടെ നമ്മൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്: നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ, അതായത് ഇന്ത്യൻ നിയമത്തെ വളരെ പുല്ല് വിലയാണോ ഇവരെല്ലാം കൽപ്പിക്കുന്നത്? അതായത് സമൂഹ മാധ്യമത്തില് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ഒരു വ്യക്തിയെ, ഏത് വ്യക്തി ആയോട്ടെ, കാരണം ഈ വ്യക്തിയല്ല വേറെ ഏത് വ്യക്തി വേണമെങ്കിലും അവിടെ വന്നാലും ആ ഒരു സ്ഥാനം, ആ ഒരു മനുഷ്യൻ അലങ്കരിക്കുന്ന ആ ഒരു പദവി ഉണ്ടല്ലോ, ആ പദവിയെ നമ്മൾ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം. കാരണം നമ്മൾ പാകിസ്ഥാനിൽ ഒന്നും ഇരുന്നിട്ടല്ല നമ്മൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കുറ്റം പറയുന്നത്. നമ്മുടെ ഈ കേരളത്തില് ഈ 2 സ്ത്രീകളും നമ്മുടെ കേരളത്തിൽ ഇരുന്നിട്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പറ്റി കുറ്റം പറയുന്നത്. ഇനി ഇവർക്കൊക്കെ കേരളം ഇനി സെപ്പറേറ്റ് രാജ്യമായോ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. എന്റെ അറിവില് കേരളം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ്. ഇന്ത്യയെ തന്നെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രിയാണ് ഇവർ വളരെ മോശകരമായ രീതിയിൽ സംസാരിച്ചിരിക്കുന്നത്. ജാൻമണിയെ പോലും കടത്തി വെട്ടുന്ന രീതിയിലാണ് സമൂഹ മാധ്യമത്തില് വളരെ ചങ്കൂറ്റത്തോടു കൂടി പറഞ്ഞതിൽ ഒരു തെല്ല് മാപ്പ് പോലും പറയാതെ, മാപ്പപേക്ഷയായിട്ട് ഇവർ വന്നിട്ടൊന്നുമില്ല, മാപ്പ് പോലും പറയാതെ വളരെ വളരെ മോശകരമായ രീതിയിൽ കേട്ടാൽ അറക്കുന്ന ഈ പിള്ളേരൊക്കെ ഉപയോഗിക്കുന്ന ഈ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടാണ് ഇവർ ഇത്രമാത്രം മോശകരമായ രീതിയിൽ സംസാരിക്കുന്നത്. ഇനി ഇതെല്ലാം പുറമേൽ ആരെങ്കിലും കേട്ടാലുള്ള അവസ്ഥ കൂടി ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പറയാനായിട്ട്, അത് സമൂഹ മാധ്യമത്തിൽ വന്ന് ആര് വേണമെങ്കിലും കേൾക്കുന്ന രീതിയിൽ പറയാൻ മാത്രം ഉള്ള ധൈര്യം ഇവർക്ക് എവിടെ നിന്നാണ് വന്നത്? ആ ധൈര്യം എങ്ങനെ ഇവർക്ക് ഉണ്ടായി? ആ ധൈര്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആരാണ്? ഇനി ഈ ധൈര്യത്തെ എങ്ങനെ ഇല്ലാതാക്കാം? ഇതിന് വേണ്ട ശക്തമായ നിയമമാണ്. ഇതിനെന്താണ് ഇതിനൊരു പരിഹാരം എന്നുള്ളത് നിങ്ങൾ തന്നെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും.